LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. കഥ പറയട്ടാ. ഉണ്ടാക്കി എടുക്കണ്ടേടി കുരിപ്പേ. ഉണ്ടാക്കി എടുക്കണ്ടേന്നാ? ഈ ഉണ്ടാക്കി എടുക്കണ്ടേന്ന് ഉദ്ദേശിച്ചത് അതല്ല, നമ്മളിങ്ങനെ ഈ തിങ്ക് ചെയ്ത് ആലോചിച്ച് എടുക്കണ്ടേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞ ആശിലെ തർത്തൊന്നും കാണരുത് കേട്ടോ അതിന്. ഞാൻ ഭാവനയിൽ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ പറയാം. ആ കിട്ടി. അത് ആ ഇളമുറത്തമ്പുരാന്റെ പേരായിരുന്നു രാമകേശവദാസൻ. രാമകേശവദാസൻ സകല കലാവല്ലൻ കേശു. ചേട്ടാ, ഈ ദാസകേശവരാമൻ പാടുവോ? ദാസകേശവരാമൻ രാമകേശവദാസൻ. നീ പേര് തിരിച്ചു പറയല്ലേ? നീ എന്ത് ചോദിച്ച? പാടുവോന്ന്. അദ്ദേഹം പാടുമെന്നൊക്കെ ഒരു ചോദ്യമാണോടി. ഗാനഗന്ധർവനായിരുന്നില്ലേ അദ്ദേഹം? നല്ല അസലായിട്ട് പാടും. മഴ പെയ്തു പുയ വെള്ളം കര കാവിഞ്ഞൊഴുകുമ്പ പുയാവക്കത്തിരുന്നവർ പയം പോയുങ്ങി. അങ്ങനെ പുയുങ്ങിയ പഴം കായിച്ചവർ കുഴങ്ങി. അയ്യേ, കേസു ഇവിടെ തന്നെ കഥ ഇല്ല, ഇനി കിടക്കിയല്ലേ. അതായത് സകല കലകളിലും നിപുണനായിരുന്ന രാമകേശവദാസ തമ്പുരാന് ഒരൊറ്റ കല മാത്രം വഴങ്ങിയില്ല. അത് ഏത്? പുള്ളി പഠിച്ച പണി 18 നോക്കി, ഈ ഒരൊറ്റ കല മാത്രം പുള്ളിയെ കൊണ്ട് കൂടിയില്ല. അത് ഏതടാ? നൃത്തം. പുള്ളിയെ കൊണ്ടാവുന്നത് മൊത്തം നോക്കും, നൃത്തം മാത്രമാണ്. സങ്കടമായി, തകർന്നുപോയി അദ്ദേഹം. പക്ഷേ അപ്പോഴും അദ്ദേഹം ഉയർത്തെണീറ്റു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ നൃത്തം പഠിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. പക്ഷേ നൃത്തം പഠിക്കാൻ എന്ത് വേണം? എന്നെ വേണോ? ഇവിടെ എന്നെ വേണമെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എന്ത് വേണമെന്ന് പറയാം, അപ്പുറത്ത് എന്ത് വേണമെന്ന് ചോദിച്ചാൽ അപ്പുറത്ത് എന്നെ വേണമെന്ന് പറയാം. എന്തൊരു കുടുംബം. ചൊല്ലാം. നൃത്തം അഭ്യസിക്കാൻ ഒരു ടീച്ചർ വേണം, ഒരു നൃത്തം അഭ്യസിച്ചു കൊടുക്കാനുള്ള അധ്യാപിക വേണം. അങ്ങനെ അദ്ദേഹം നൃത്തം അഭ്യസിപ്പിക്കാനുള്ള അധ്യാപികമാരെ തേടി അലഞ്ഞു തിരിഞ്ഞു. അധ്യാപിക തന്നെ വേണോ? അധ്യാപകൻ പോരെ?
അധ്യാപകൻ. അധ്യാപിക, അധ്യാപകൻ. റോണ ഒരു കുറവില്ലല്ലേ നിനക്ക്? എന്നാ തെറ്റും. അധ്യാപകൻ, അധ്യാപിക. കേട്ടാ, അധ്യാപിക മതി. നീ ചുമ്മാ ഇതിന്റെ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല പാറു. ഇതാണ് ഞാൻ പറഞ്ഞത്, പിള്ളേർ വേണ്ട നിന്റെ ഇടയിൽ. ബാക്കി കഥ ഞാൻ പറയും, മിണ്ടാ കേട്ടോണ്ടിരുന്നോണം കേട്ടല്ലേ. ലക്ഷ്മിമാ പറയട്ടെ. അങ്ങനെ അദ്ദേഹം 4 ദിശകളിലും 8 ദിക്കിലും ഓടി നടന്ന് തിരിഞ്ഞു. ആര്? யாரு? ജാക്കി ചാന്. டேய், ஜாக்கி சானுக்கு நிறுத்தம் எல்லாம் தெரியாதுல்ல? അപ്പൊ നിങ്ങൾക്ക് അറിയാം ജാക്കി ചാൻ നൃത്തം അറിഞ്ഞൂടെന്ന്. അതല്ല, ഞാൻ ഇപ്പൊ നൃത്തത്തിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത് അറിയാലോ. അപ്പൊ ആരെയാ തപ്പിയേ? നൃത്ത അധ്യാപികയെ. ஓ, ഇതൊക്കെ പോത്തിനേക്കാളും ഘട്ടമാണ്. ഒന്നുമില്ല, നൃത്ത അധ്യാപികയെ തേടി ദേശാന്തരങ്ങളോളം അദ്ദേഹം അലഞ്ഞു, കിട്ടിയില്ല. അവസാനം അദ്ദേഹം തഞ്ചാവൂർക്ക് അദ്ദേഹത്തിന്റെ ആളെ അയച്ചു. ആളെന്ന് പറഞ്ഞ ഒരാളല്ല, ഒരു പട, എല്ലാവരും അയച്ചു. അദ്ദേഹത്തിന്റെ ഭൃത്യന്മാർ തഞ്ചാവൂരിൽ നിന്നും ഒരു നർത്തകിയെ തൂക്കിയെടുത്തു വന്നു, ആനയിച്ചുകൊണ്ട് വന്നു. ആ കൊണ്ടുവന്ന നർത്തകിയാണ് നമ്മുടെ രാമകേശവദാസന്റെ ആര്? നൃത്ത അധ്യാപിക. ചേട്ടാ, പേരെന്തുവാ? ആറേ? ആ നർത്തകിയുടെ. നിനക്ക് എല്ലാത്തിനും പേര് കാണല്ലേ? പേര് കാണുമല്ലോ. പേരില്ലാതെ ആളുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, പേരുണ്ട്. വല്ലി ബാലസുബ്രഹ്മണ്യം. അതെ, അങ്ങനെ നമ്മുടെ വല്ലി ബാലസുബ്രഹ്മണ്യവും രാമകേശവദാസനും കണ്ടുമുട്ടുകയാണ്. ഇവിടെ നിന്നാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. വല്ലി ബാലസുബ്രഹ്മണ്യം, ലക്ഷ്മി ബാലസുബ്രഹ്മണ്യം. എന്താ മധു? ഒന്നുമില്ല. തിറയൂർ ദേശം വാഴും വീരനാരി വീരതിലോത്തമത്തുങ്ക. പരമദുഷ്ടനും കൂടെ പറയണേ. അങ്ങനെയൊന്നും പറയരുത് മധു. ഭൂതാനി തമ്പുരാട്ടി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു. തയ്യൽ സൂചി സിംഹാസനത്തിൽ കൊണ്ടുവച്ചത് ആരാണെന്നാ ചോദിച്ചത്? അമ്മ, ഞാൻ ഇതിവിടെ വെച്ചത്. നീയാണോടാ ഈ സൂചി അവിടെ കൊണ്ടുവച്ചത്? നീയാണോടാ? തമ്പുരാട്ടി, സിംഹാസനത്തിലെ തുണി കീറിയായിരുന്നു. കൊട്ടാരൻ തയ്യൽക്കാരൻ അത് തുന്നിയിട്ട് അറിയാതെ സൂചി മറന്നു വെച്ചതായിരിക്കും. ഓ, മറന്നു വെച്ചതായിരിക്കും.
തയ്യക്കാരന് മറവിയല്ലേ? ഒരു കാര്യം ചെയ്യാ, അവനെ വിളിച്ചിട്ട് അവന്റെ കൈ അങ്ങ് വെട്ടിക്കളയാ. ഉത്തരവ് തമ്പുരാട്ടി. അത്രയ്ക്ക് വേണോ തമ്പുരാട്ടി? അത്രയ്ക്ക് വേണ്ട അല്ലേ? എന്നാ പിന്നെ അവന്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക. എന്നിട്ട് ആ തല കൊണ്ടുവന്ന് അപ്പുറത്ത് വെച്ചേക്കണം. കണ്ണു തുറന്നിരിക്കണം. ഉത്തരവ് തമ്പുരാട്ടി. എന്തിനാ തമ്പുരാട്ടി കണ്ണു തുറന്നു വെക്കുന്നത്? എനിക്ക് ഈ സൂചി കൊണ്ട് ഇടക്കിടക്ക് കുത്തിക്കളിക്കാനാ. എനിക്കങ്ങനെ രസകരമായ ചില വിനോദങ്ങളൊക്കെ ഉണ്ട്. എവിടെ എന്റെ മകനെ നൃത്തം അഭ്യസിപ്പിക്കാൻ തഞ്ചാവൂരിൽ നിന്ന് വന്ന നർത്തകി വിളിക്കാട്ടക്കാരി. തമ്പുരാട്ടി, അങ്ങനെയൊന്നും അവരെ വിളിക്കരുത്. അവരവിടെ അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ്. ആണോ? എനിക്കതൊന്നും അറിയത്തില്ല. അങ്ങനെ അറിയാമെങ്കിലും ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. വിളിക്കവളെ. വല്ലി ബാലസുബ്രഹ്മണ്യം വന്ന് തിരുമുഖം കാണിച്ച് പോകുക. ഒരുക്കം കുറച്ച് കൂടുതലാണ്. നീയാണ് തഞ്ചാവൂർ ദേശത്തെ അറിയപ്പെടുന്ന ആട്ടക്കാരി അല്ലേ? തമ്പുരാട്ടി, വലിയ സുന്ദരിയാണെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ അത് വേണ്ട. എന്റെ മകനെ നൃത്തം പഠിപ്പിക്കുക, വീട് പിടിക്കുക. അല്ലാതെ എന്തെങ്കിലും ഇളക്കം കാണിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ 2 കാലും ഞാൻ വെട്ടിക്കളയും. മനസ്സിലായോ? ആ, എവിടെ എന്റെ കലാകാരനായ സൽപുത്രൻ രാമകേശവദാസൻ? രാമകേശവദാസ, ഞെട്ടാടാ. പ്രണാം തമ്പുരാട്ടി. അമ്മ എന്തിനാ തമ്പുരാട്ടിന്ന് വിളിക്കുന്നത്? ഒരു സ്ഥാനത്തിരിക്കുമ്പം അമ്മയായാലും മകനായാലും സ്ഥാനപ്പേര് വിളിച്ചാ മതി. ദാ നിൽക്കുന്നു തഞ്ചാവൂരിൽ നിന്ന് ഭൃത്യന്മാര് കൊണ്ടുവന്ന ആട്ടക്കാരി. എവിടെയാന്ന് വെച്ചാ പോയി ആട്ടം പഠിച്ചു. കൊട്ടാരത്തിനുള്ളിൽ തുള്ളിക്കളിക്കാനാണ് ഭാവമെങ്കിൽ 2 പേരും എന്റെ സ്വഭാവം എന്തോന്നറിയും. പോകാൻ. പുഴ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. വളരെ ശാന്തമായി ഒഴുകുന്നു. ஆத்துல தண்ணி அவ்வளவு சாந்தமா இல்லே, சுழல் அதிகமா இருக்கு. അത് മഴ ശാന്തമാകുമ്പോൾ പുഴയും ശാന്തമായി കൂടും. വല്ലി ബാലസുബ്രഹ്മണ്യം, വളരെ നല്ല പേര്. വള്ളി, ഭൂമി, യുവതി, ഇതെല്ലാം വല്ലിയുടെ പര്യായങ്ങളാണ്. എന്നാലും ഈ
വല്ലി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം പടർന്നു വളരുന്ന ചെടിയുടെ നീണ്ട തണ്ട് എന്നാണ്. വല്ലി ഒരു വള്ളിയാണ്. വള്ളി എങ്ങനെ പറഞ്ഞു? വല്ലിക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? எனக்கு நீ சொல்றது முழுசா புரியல, ஆனா கொஞ்சம் கொஞ்சம் புரியுது. ഓഹോ, അപ്പോ ചിരിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുമെന്ന് സാരം. ഓ, ഒരു കാര്യം ചെയ്യാം. നോം തമിഴ് പറയാം, അപ്പൊ മനസ്സിലാവൂ നോക്കാം. കേട്ടിട്ടുണ്ടാവുമല്ലോ. നോം 64 കലകളിലും, ഇങ്ങനെ തമിഴ് എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയണം, 64 കലകളിലും നാം താൻ രാജ. 64 കലകൾ ഇരിക്കില്ല, അതിൽ 63க்கும் நான் தான் ராஜா. நான் அப்படி கேட்டிருக்கேன். கேட்டிருக்கியா? எங்க இருந்து கேட்டிருக்கே? ഓ, ജനങ്ക சொல்லிருப்பாங்க. ഞാനിങ്ങനെ എപ്പോഴും അവരുടെ അടുത്ത് പറയും, എന്നെ കുറിച്ച് അങ്ങനെ പറയരുത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്കിഷ്ടമല്ല ഇങ്ങനെ പറയണതേ. പക്ഷേ അവര് പറയും. കാരണം എന്താണ്? അവർക്ക് എൻ്റെ അത്രയും അറിവില്ലല്ലോ. അല്ലേക്കൊരു കാര്യം അറിയൂ, ഈ ഞാനേ സകലകലാവല്ലഭനാണ്, ഒരു മനുഷ്യ സ്നേഹി. പക്ഷേ ഞാനത് പറഞ്ഞു നടക്കാറില്ല, എനിക്കത് ഇഷ്ടമാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാനൊരു മനുഷ്യ സ്നേഹിയാണെന്ന്. അത് വല്ലി വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? இல்லையே, அப்படி யாரும் சொல்லல. അവനും പറയാത്ത. എന്നാ അങ്ങനെയാണ്. നോം ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. പക്ഷേ അത് പറഞ്ഞു നടക്കണത് നോമിന് ഇഷ്ടമല്ല. എന്നാലും വല്ലിക്ക് വേണ്ടി നോം പറയും. വല്ലിക്കറിയൂ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യ സ്നേഹി അത് നാം തന്നെ. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നോം നമ്മുടെ കണ്ണാടിയിൽ നിന്ന് നോക്കും. കാരണം എന്താ? ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയെ കാണാൻ. അത് നോം തന്നെയല്ലേ? சரி சரி, அதெல்லாம் நான் ஒத்துக்கிட்டேன். ஆனா இப்படி பேசி பேசி நேரம் வீணாக்காம நாட்டத்தை கத்துக்கலாமா? ரொம்ப நாள் பயிற்சி செஞ்சாதானே மெய்யழகோட நாட்டத்தை கத்துக்க முடியும். ഓഹോ, അപ്പോ ഒരുപാട് സമയം എടുക്കുമെന്നാണ് വല്ലി പറഞ്ഞു വരുന്നത്. ஆமா. എന്നാ വല്ലി നോക്കിക്കോ, ഒരൊറ്റ ദിവസം കൊണ്ട് നോം ഇത് പഠിച്ചിരിക്കും. കൂടി മറിഞ്ഞാൽ 2 ദിവസം, 2 ദിവസം. കാരണം നോം സകലകലാ വല്ലവനാണല്ലോ. അത് നോം ആരോടും പറയാറില്ല, കാരണം അത് നോമിന് ഇഷ്ടമല്ല. அப்படின்னா நடனம் கத்துக்க ஆரம்பிக்கலாமா? ആരംഭിക്കല. ആകതയായാലും അമ്മേ, നീ എന്താ ഇവളുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? നമ്മളെന്താ പറയും? അത് നമ്മുടെ കുളിക്കാൻ വെള്ളം കാണിച്ചു കൊടുക്കാൻ വന്നത് മാതാവേ. എന്താ വല്ലിക്ക് കുളി കാണിക്കാൻ വന്നത്? നീ എന്തൊക്കെയാണ് കരുത ഈ പറയുന്നേ? അയ്യോ അമ്മ, അങ്ങനൊന്നും പറയില്ലേ. ആ മനുഷ്യ സ്നേഹിയാണ്. എന്തിനാ ഇവിടെ നിൽക്കുന്നേന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല നീ. വല്ലിക്ക് കുളിക്കാൻ കുളക്കടവ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നത്. കാണിച്ചു കൊടുത്തില്ലേ? ഇനി പോവരുതോ? അതോ ഇനി അവളെ കുളിപ്പിച്ചിട്ടേ പോകത്തുള്ളോ? ഉത്തരവ് പോലെ പോലെ പോട്ടാ. ഒന്ന് പോടാ കലാകാര. തഞ്ചാവൂരിലെ നാട്യക്കാരി ഇങ്ങ് വന്നേ. ഈ വിശറി ഒന്ന് പിടിച്ചേ. യജമാനി അമ്മ, എതുക്കെ നടിച്ചീങ്ക? ഇവിടെ ആര് വന്നാലും ഇത് പതിവുള്ളതാ.
തഞ്ചാവൂരിന്ന് ഒറ്റയ്ക്കല്ലേ നൃത്തം പഠിപ്പിക്കാൻ വന്നത്? ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പൊക്കോണം. എന്റെ മകനെയും കൊണ്ട് പോകാനാണ് ഭാവമെങ്കിൽ അറിയാലോ എന്നെ. ഓടി നിക്ക്. നീ കുളിക്കാനല്ലേ വന്നത്? ഇനി ഇവിടുന്ന് പോകുന്നത് വരെ കുളിച്ചേക്കരുത്. കേട്ടല്ലേ പറഞ്ഞത്? കേറി പോടി. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.